നമസ്തേ, യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആശ. നമ്മളിന്നിവിടെ ഒരു ക്വിക്കായിട്ട് ഒരു 5 മിനിറ്റ്സിൽ ഉള്ളിൽ തീർക്കാൻ സാധിക്കുന്ന കുറച്ച് യോഗ സ്ട്രെച്ചസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അധികം സംസാരിച്ച സമയം കളയാതെ വേഗം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കംഫർട്ടബിളായിട്ട് സീറ്റഡ് പൊസിഷനിൽ ഇരിക്കാൻ സാധിക്കുന്നവർ ഇരിക്കുന്ന സ്ഥിതിയിലിരിക്കുക. നിലത്തിരിക്കാൻ സാധിക്കാത്തവർ ബെഡിലോ മറ്റോ ഇരുന്ന് ചെയ്യണമെങ്കിൽ അങ്ങനെയും ഇരിക്കാം. കാല് ചമ്രം പടിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കാല് നീട്ടി വെക്കണമെങ്കിൽ അങ്ങനെയാവാം. ബ്ലോക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പില്ലോയോ മറ്റോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് ഉയർന്നിരിക്കണമെങ്കിൽ അങ്ങനെയും ഇരിക്കാം. ഓക്കെ, കണ്ണുകളടച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കാം. ദീർഘമായി ആദ്യം ശ്വാസം എടുത്ത് വയറ് പുറത്തോട്ട് ബൾജ് ചെയ്യാം. ശ്വാസം വിട്ട് വയറകത്തോട്ട് സിങ്ക് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യുക. 2 more rounds. Inhale, exhale, breathe in, breathe out. Okay, സിംപ്ലി കൈകൾ രണ്ടും കൂട്ടി തിരുമ്മി കണ്ണിന് മുകളിൽ വെച്ച് കണ്ണുകൾ തുറക്കാം. നമുക്ക് നെക്ക് മൂവ്മെൻറ്റ്സ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നെക്കിൻ്റെ ഹാഫ് സർക്കിളാണ് നമ്മൾ മൂവ്മെൻറ്റ് ചെയ്യുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇൻഹേൽ ചെയ്തുകൊണ്ട് റൈറ്റിലോട്ട്, എക്സേൽ ചെയ്തുകൊണ്ട് ലെഫ്റ്റിലോട്ട്. മനസ്സിലായോ? ബാക്കിലോട്ട് പോകുന്നില്ല, റൊട്ടേഷൻ അല്ല, ഹാഫ് സർക്കിൾസ്. അപ്പോൾ ഇൻഹേൽ, exhale, inhale, exhale. Once more, inhale and exhale. സെയിം തന്നെ ബാക്കിൽ സർക്കിൾ ചെയ്യാം. ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇൻഹേൽ ടു റൈറ്റ്, എക്സേൽ ടു ലെഫ്റ്റ്. Inhale to right, exhale to left. Once more, inhale to right and exhale to left. Okay, അടുത്തതായിട്ട് കൈകൾ രണ്ടും ഫിംഗേഴ്സ് ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കുക. എന്നിട്ടൊരു 8 എന്നുള്ള ഒരു ഡിജിറ്റ് എഴുതുന്ന പോലെ 1 2 3 4 and 5. ഇതിൽ കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് റിസ്റ്റ് റൊട്ടേഷൻ ചെയ്യാം. റിസ്റ്റ് കൊണ്ട് 1 2 3 4 and 5. ഓപ്പോസിറ്റ് 1 2 3 4 and 5. ഓക്കെ, സിംപ്ലി ഷോൾഡർ റൊട്ടേഷൻ. കൈകൾ കാൽമുട്ടിന് മുകളിൽ തന്നെ വെച്ചിട്ട് ഷോൾഡർ കൊണ്ട് മുന്നിലേക്ക്. Inhale up and exhale down. Inhale up, exhale down. Inhale up, exhale down. Once more, inhale up, exhale down. എതിർവശത്തോട്ട് ശ്വാസം എടുത്ത് മുകളിലോട്ട് വിട്ടുകൊണ്ട് താഴേക്ക്. ശ്വാസം എടുത്ത് ഷോൾഡർ മുകളിലോട്ട് വിട്ടുകൊണ്ട് താഴേക്ക്. ശ്വാസം എടുത്ത് മുകളിലേക്ക് വിട്ടുകൊണ്ട് താഴേക്ക്. ആൻഡ് ഇൻഹേൽ അപ്പ് ആൻഡ് എക്സേൽ ഡൗൺ. ഓക്കെ, അടുത്തതായി സൈഡിലോട്ടുള്ള സ്ട്രെച്ചിങ് ആണ്. വലത് കൈ വലതുവശത്തായിട്ട് വെക്കുക. ഇടത് കൈ ചെവിയോട് ചേർത്ത് വെച്ച് വശങ്ങളിലോട്ട് സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക. അപ്പോൾ കംഫർട്ടബിൾ ആണെന്നുള്ളവർക്ക് ഇത്രയാണ് പറ്റണമെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. പതിയെ പതിയെ വൺസ് എൽബോസ് താഴെ പതിച്ച് വെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വെക്കുക. സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക. ഇങ്ങനെ മുന്നോട്ട് ആഞ്ഞു പോവരുത്. സൈഡ് ബെൻഡിങ് ആണ്. നോർമൽ ബ്രീത്തിങ്. 1 2. ഓപ്പോസിറ്റ് സൈഡിലെ ഹിപ്പ് ഉയർന്നു പോവരുത്. ബട്ടക്സ് താഴെ പതിഞ്ഞിരിക്കണം. ലെഫ്റ്റ് ഹിപ്പ് താഴെ. 3 4 and 5. Inhale, come up, exhale, release. ഓപ്പോസിറ്റ് സൈഡ്. ശ്വാസം എടുത്ത് ഇടത് കൈ ഉയർത്തി വിട്ടുകൊണ്ട് എക്സേൽ ആൻഡ് സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ കൈ ഇവിടെയാണ് വെക്കാൻ കംഫർട്ടബിൾ എങ്കിൽ അവിടെ വെക്കാം. അതല്ല, ഇത്തിരി കൂടി സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് ബെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വേസ്റ്റ് റീജിയനിൽ സ്ട്രെച്ച് ഫീൽ ചെയ്യണം കേട്ടോ. നോർമൽ ബ്രീത്തിങ് ആണ്. മുന്നിലോട്ട് ഇങ്ങനെ ആഞ്ഞു പോകരുത്, പുറകിലോട്ടുമായി പോകരുത്. കംഫർട്ടബിൾ ആണെങ്കിൽ കൈമുട്ട് താഴെ വെച്ചോളൂ. 1 ഇങ്ങനെ ഹിപ്പ് ഉയരരുത്. 2 3
4 and 5. Inhale up, exhale down. ഒരു തവണ കൂടി ചെയ്യാം. ഇൻഹേൽ, ഇടത് കൈ ഉയർത്തി, എക്സേൽ സൈഡിലോട്ട്. പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. കംഫർട്ടബിൾ ആയിട്ട് എത്രയാണോ പറ്റുന്നത്. കൈമുട്ട് താഴെ വെക്കാൻ പറ്റാത്തവർ ഈ രീതിയിൽ നിൽക്കുക. 2, 3, 4 and 5. ഇൻഹേൽ, സെൻറ്റർ ആൻഡ് എക്സേൽ റിലീസ്. ശ്വാസം എടുത്ത് ഇടത് കൈ ഉയർത്തി, ശ്വാസം വിട്ട് വശങ്ങളിലോട്ട്. നോർമൽ ബ്രീത്തിങ്, സാധാരണ ശ്വസനം അല്ലെങ്കിൽ ദീർഘമായിട്ട് ശ്വാസം എടുത്ത് വിടാം. 2, 3, 4 and 5. ഇൻഹേൽ, സെൻറ്റർ ആൻഡ് എക്സേൽ റിലീസ്. ഓക്കെ, ഒന്ന് റിലാക്സ്ഡ് ആവാം. സിംപ്ലി ഒരു ട്വിസ്റ്റിംഗ് ആണ്. വലത് കൈ പുറകിലായിട്ട് പതിച്ച് വെക്കുക. വലത് കൈപ്പത്തി ബാക്കിലായിട്ട് വെച്ചു. നമ്മൾ ട്വിസ്റ്റ് ചെയ്യാൻ പോവാണ്. സെൻറ്ററിൽ നിന്ന് ശ്വാസം എടുത്തു. ഇടത് കൈ കൊണ്ട് വലത് കാൽമുട്ടിനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചു. സെൻറ്ററിൽ നിന്ന് ശ്വാസം എടുത്തു. ഇൻഹേൽ, എക്സേൽ ആൻഡ് ട്വിസ്റ്റ്. നോർമൽ ബ്രീത്തിങ്. വലതുവശത്തു കൂടി പുറകിലോട്ട് നോക്കുക. 1, 2, നോർമൽ ബ്രെത്ത്. 3, 4 and 5. ഇൻഹേൽ ടു സെൻറ്റർ. ശ്വാസം എടുത്തുകൊണ്ട് നേരെ. ദെൻ വീണ്ടും ശ്വാസം എടുത്തു. ഇടത് കൈ പുറകിലായിട്ട് വെച്ചു. സ്പൈനെ ലെങ്തൻ ചെയ്തു. സ്പൈൻ ആദ്യം നേരെ മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്തു. എക്സേൽ ആൻഡ് ട്വിസ്റ്റ്. ഇടതുവശത്തു കൂടി പുറകിലോട്ട്. 1, 2, 3, 4 and 5. ഇൻഹേൽ ടു സെൻറ്റർ. ഒരു തവണ കൂടി. സെൻറ്ററിൽ നിന്ന് ശ്വാസം എടുത്തു. വിട്ടുകൊണ്ട് വലതുവശത്തോട്ട്. അപ്പോൾ വലത് കൈപ്പത്തി പുറകിൽ വെച്ചു. ഇടത് കൈ കൊണ്ട് വലത് കാൽമുട്ടിനെ ക്രോസ് ചെയ്തു. ശ്വാസം എടുത്തു. സ്പൈനെ ലെങ്തൻ ചെയ്ത്. ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടല്ല കേട്ടോ. സ്പൈൻ ഇങ്ങനെ റൗണ്ട് ആവരുത്. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. മേലേക്ക് വലിച്ച് ദെൻ ട്വിസ്റ്റ് ചെയ്യുക. 2, നോർമൽ ബ്രെത്ത്. 3, 4 and 5. ശ്വാസം എടുത്തുകൊണ്ട് നേരെ എതിർവശത്തേക്ക്. ഇൻഹേൽ, ശ്വാസം എടുത്തുകൊണ്ട് നന്നായിട്ട് മേലോട്ട് സ്ട്രെച്ച് ചെയ്തു. എക്സേൽ ആൻഡ് ട്വിസ്റ്റ്. 1, 2, 3, 4 and 5. ഇൻഹേൽ, സെൻറ്റർ. അടുത്തതായി കൈകൾ രണ്ടും പുറകിലായിട്ട്. ഒരു കൈയിൻ്റെ റിസ്റ്റിനെ മറ്റു കൈയിൻ്റെ വിരലുകൾ കൊണ്ട് കൂട്ടിപ്പിടിച്ചു. ഇൻഹേൽ, ശ്വാസം എടുത്ത് തല ഉയർത്തി. എക്സേൽ ആൻഡ് ബെൻഡ് ഫോർവേഡ്. ഇൻഹേൽ, ശ്വാസം എടുത്ത് തല ഉയർത്തി പതിയെ ബാക്കിലോട്ട് ബെൻഡ് ചെയ്യുന്ന പോലെ പോകാനായിട്ട് ശ്രമിക്കാം. എക്സേൽ ആൻഡ് ബെൻഡ് ഫോർവേഡ്. ഇൻഹേൽ, ശ്വാസം എടുത്ത് തല ഉയർത്തി. എക്സേൽ, ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് ബെൻഡ് ചെയ്ത് വരിക. ഒരു തവണ കൂടി. ശ്വാസം എടുത്ത് തല മുകളിലോട്ട് ഉയർത്തി ബാക്കിലോട്ട് ബെൻഡ് ചെയ്തു. ശ്വാസം വിട്ട് മുന്നോട്ട്. ഇവിടെ വരെയാണ്. നിങ്ങൾ അവിടെ നിന്നോളൂ. അതല്ല കുറച്ചുകൂടി മുന്നോട്ട് ബെൻഡ് ചെയ്യാൻ കംഫർട്ടബിൾ ആണെങ്കിൽ ബെൻഡ് ചെയ്യുക. നോർമൽ ബ്രീത്തിങ്. 1, 2, 3, 4 and 5. ഇനി ശ്വാസം എടുത്ത് ഉയർന്നു. കൈകൾ റിലീസ് ചെയ്യാം. സിംപ്ലി കൈകൾ മുന്നിലോട്ട്. കൈ ഇങ്ങനെ മുൻപിലോട്ട് എത്രത്തോളം ബെൻഡ് ചെയ്യാൻ സാധിക്കുമോ കൈ ഇങ്ങനെ മുന്നോട്ട് നീട്ടി വെച്ചിട്ട് ഞാൻ മുന്നോട്ട് ബെൻഡ് ചെയ്യാണ്. നോർമൽ ബ്രീത്തിങ്. 1, 2, 3, 4 and 5. ശ്വാസം എടുത്ത് നേരെ. ഓക്കെ, ഇനി കൈകൾ ചിന്മുദ്രയിൽ ഇൻഡെക്സും തമ്പും ടിപ്പ് ടച്ച് ചെയ്ത് കാൽമുട്ടിന് മുകളിലായിട്ട് വെച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കാം. സാധിക്കുന്ന രീതിയിൽ നടുവ് നിവർത്തി വേണം ഇരിക്കാൻ. ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുക. ഓരോ ശ്വാസം എടുക്കുന്നതും വിടുന്നതും മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കാം. ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ സാക്ഷീഭാവത്തിൽ കടത്തിവിടുക. വീണ്ടും ശ്വാസനത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരിക്കാനായിട്ട് ശ്രമിക്കാം. എത്ര നേരം ആ സ്ഥിതിയിൽ തുടരാൻ സാധിക്കുമോ തുടരാവുന്നതാണ്. സാവധാനം കൈകൾ രണ്ടും കൂട്ടിത്തിരുമ്മി കണ്ണിന് മുകളിൽ വെച്ച് സാവധാനം കണ്ണുകൾ തുറക്കാം. നമസ്തേ. താങ്ക് യു. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.